ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. ഇന്നത്തേത് മാംഗോ സ്റ്റിക്കി റൈസിൻ്റെ റെസിപ്പിയാണ്. മാംഗോ സീസണൊക്കെ ആയതുകൊണ്ട് നമുക്ക് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് സ്റ്റിക്കി റൈസാണ്. ഈ ഡിഷിൻ്റെ പ്രത്യേകത തന്നെ ഈ സ്റ്റിക്കിനെസ് ആണ് ഈ റൈസിൻ്റെ. അപ്പോൾ മാക്സിമം നമ്മൾ ഇത് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഈ റൈസ് അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാസ്മിൻ റൈസ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതും ഏകദേശം ഈ ഒരു ടെക്സ്ചർ തന്നെ കിട്ടും. ഇനി ഇത് രണ്ടും അവൈലബിൾ അല്ലെങ്കിൽ മാത്രം ബസ്മതി റൈസ് വെച്ചിട്ട് ചെയ്യാം. ഞാനിപ്പോൾ 1 കപ്പ് അരി വെച്ചിട്ടാണ് ചെയ്യുന്നത്. അരി നന്നായി കഴുകിയതിന് ശേഷം മിനിമം ഒരു 3-4 മണിക്കൂർ നമ്മളിതിനെ കുതിർത്ത് വെക്കണം. ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി വെള്ളം ഒഴിവാക്കിയതിന് ശേഷം നമ്മളൊരു 1.5 കപ്പ് വെള്ളം ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ മീഡിയം ഫ്ലെയിമിൽ നമ്മളിതിനെ കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ട്രഡീഷണലി അരി സ്റ്റീം ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ സാധാരണ പോലെ വേവിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. റൈസ് വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്കുള്ള കോക്കനട്ട് സോസ് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് 1 കപ്പ് തേങ്ങാപ്പാൽ, അത് ക്യാനിൽ വന്നിട്ടുള്ള തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്യണ വരെ കുക്ക് ചെയ്താൽ മതി. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പഞ്ചസാരയുടെ അളവ് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ റൈസ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടായി ഇരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള സോസ് ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ ഒരു 1/4 ഭാഗം സോസ് നമ്മൾ റൈസിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കി കുറച്ച് നമ്മൾക്ക് ലാസ്റ്റ് ഒഴിക്കാനുള്ള സോസിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു 15 to 20 മിനിറ്റ്സ് നമ്മളിതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ആ സമയം കൊണ്ട് ഈ സോസ് റൈസിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആയിട്ട് വരും. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്കൊരു തിക്ക് കോക്കനട്ട് സോസും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. അതിനായിട്ട് ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് അതിനൊരു കോൺഫ്ലോർ സ്ലറി ഉണ്ടാക്കിയെടുക്കുകയാണ്. കട്ടകളില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങാപ്പാൽ, അതുപോലെ കുറച്ച് പഞ്ചസാരയും ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മൾ ഉണ്ടാക്കിയ കോക്കനട്ട് മിൽക്കിൻ്റെ 1/4 ഭാഗമാണ് നമ്മൾ റൈസിലേക്ക് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ അതിൻ്റെ ബാക്കിയിലേക്ക് ഈ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കോൺഫ്ലോറും തേങ്ങാപ്പാലും കൂടിയുള്ള മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കട്ടിയാവുന്നവരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒരുപാട് കട്ടിയാവുന്നവരെ കുക്ക് ചെയ്യേണ്ട, നമുക്ക് ലാസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്ന പരുവത്തിലാണ് വേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മാംഗോസ് സ്ലൈസ് ചെയ്തിട്ട് എടുക്കാം. മാംഗോ സ്ലൈസ് ചെയ്യുന്ന സമയത്ത് കനം കുറഞ്ഞിട്ടുള്ള സ്ലൈസസ് ആക്കിയാൽ പ്ലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. മാംഗോ നല്ല മധുരമുള്ളത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതുപോലെ നമ്മൾ പ്ലേറ്റിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇനി നമുക്ക് റൈസ് ജസ്റ്റ് സ്പൂണിലെടുത്ത് പ്ലേറ്റിൽ വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബൗളിൽ വെച്ചിട്ട് അങ്ങനെയും സെർവ് ചെയ്യാം. അതൊക്കെ നമ്മളെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടത്തിന് എങ്ങനെയാണോ ചെയ്യാൻ തോന്നുന്നത് അതുപോലെ ചെയ്യാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസ് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഓപ്ഷണലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.